ഇന്നിനി ട്രാവൽ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല, പകരം നമുക്ക് ഗോൾഡൻ ടെമ്പിളിന്റെ ചരിത്രം ഒന്ന് നോക്കാം. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ ഗോൾഡൻ ടെമ്പിളിന്റെ അകത്തുകൂടെ ഒരു ടൂർ തന്നിരുന്നു. ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവർക്കായി വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതോടുകൂടി ഈ വീഡിയോന്റെ മുകളിലും ആ ലിങ്ക് ഇപ്പോൾ കാണിക്കുന്നുണ്ടാവും. കർണാടകയിലെ മൈസൂർ ജില്ലയിലെ ബൈലാകുപ്പെ എന്ന സ്ഥലത്താണ് നംട്രോളിംഗ് മൊണാസ്ട്രിയും അതുപോലെ തന്നെ ഗോൾഡൻ ടെമ്പിളും സ്ഥിതി ചെയ്യുന്നത്. ടിബറ്റിൽ നിന്നുള്ളവർ കുടിയേറി പാർക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ സ്ഥലമാണ് ബൈലാകുപ്പെ. ഒന്നാം സ്ഥാനത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലം തന്നെയാണ്. ധർമ്മശാലയ്ക്കാണ് ആ അംഗീകാരം കൊടുക്കേണ്ടത്. 1960 കർണാടക ഗവൺമെന്റ് നംട്രോളിംഗ് മൊണാസ്ട്രി തുടങ്ങാനായി സ്ഥലം അനുവദിച്ചു കൊടുത്തത്. അയ്യോ, 1960 മുന്നേ എന്താ സംഭവിച്ചെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരു വർഷം പുറകോട്ട് പോവാം. 1959 ചൈനീസ് ഗവൺമെന്റ് അന്നത്തെ ടിബറ്റിലെ ആത്മീയ രാഷ്ട്രീയ നേതാവായ 14ാമത് ദലൈലാമ ടെൻസിൻ ഗ്യാറ്റ്സോയെ തട്ടിക്കൊണ്ടുപോകാൻ പദ്ധതിയിടുന്നുണ്ടെന്ന് അറിഞ്ഞ് ടിബറ്റിൽ ചൈനയ്ക്കെതിരെ ഒരു വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്ന കാലം. 1950കളിൽ തന്നെ ദലൈലാമയെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ ഒരു ഭയം ടിബറ്റിൽ നിലനിന്നിരുന്നു. 1959 ഇതൊരു പ്രക്ഷോഭമായി മാറുന്നത്. ടിബറ്റിലെ ചൈനീസ് ആധിപത്യം അവസാനിപ്പിക്കണം എന്നായിരുന്നു പ്രക്ഷോഭകരുടെ ആവശ്യം. പക്ഷെ ചൈന അവർക്ക് മറുപടി കൊടുത്തത് തിരിച്ചാക്രമിച്ചുകൊണ്ടായിരുന്നു. 1000ഓളം പ്രക്ഷോഭകർ കൊല്ലപ്പെട്ടു. 1959 തന്നെയാണ് 14ാമത് ദലൈലാമ നാട് വിടാൻ തീരുമാനിച്ചത്. ദലൈലാമയും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആളുകളും അദ്ദേഹത്തോടൊപ്പം ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യയിൽ അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു വളരെ ഊഷ്മളമായിട്ടുള്ളൊരു വരവേൽപ്പാണ് അവർക്ക് കൊടുത്തത്. പിന്നീട് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ രൂപീകരിക്കുകയും ടിബറ്റൻ ജനതയ്ക്ക് പാർക്കാനായി കമ്മ്യൂണിറ്റികൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് തുടങ്ങിയത് പറയാം. അതിന് മുന്നേ വേറൊരു കാര്യം, ഞങ്ങളുടെ വീഡിയോ കാണുന്നതിൽ പകുതിയിൽ കൂടുതൽ പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഒരു 10 വർഷം മുന്നെയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. 1949 ഈ വർഷമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ അധികാരത്തിൽ വന്നത്. അവർക്ക് ചൈന മാത്രമല്ല ടിബറ്റിൻ്റെ കൂടെ അധികാരം കിട്ടിയാൽ കൊള്ളാം എന്നൊരു ചിന്ത വരികയും 1950 ടിബറ്റ് കൈയെടുക്കാനുള്ള നടപടികൾ തുടങ്ങുകയും ചെയ്തു. 1951 ചൈനീസ് ഗവൺമെന്റും ടിബറ്റൻ ഗവൺമെന്റും തമ്മിലൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. 17 പോയിന്റ് എഗ്രിമെന്റ്. പേര് പോലെ തന്നെ 17 പോയിന്റുകളുള്ള ഒരു എഗ്രിമെന്റ് ഒന്നും അല്ല ഇത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള എഗ്രിമെന്റുകൾ ഇങ്ങനെയായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത്. ഈ എഗ്രിമെന്റിൽ 5 പോയിന്റുകളാണ് ഉണ്ടായിരുന്നത്. ടിബറ്റ് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ ഭാഗമായിരിക്കും. എന്നാൽ നിലവിലുള്ള ടിബറ്റൻ ഗവൺമെന്റിന്റെ ഫംഗ്ഷൻസിൽ ചൈന ഇടപെടില്ല. ആഭ്യന്തര കാര്യങ്ങളിൽ മറ്റ് രാജ്യങ്ങളിൽ ഇടപെടില്ല. ദലൈലാമ തന്നെ ടിബറ്റിലെ രാഷ്ട്രീയ നേതാവായി തുടരും. ഇതുപോലുള്ള കാര്യങ്ങളായിരുന്നു ഇരുവരും ഒപ്പുവെച്ചത്. ടിബറ്റ് അവരുടെ ആർമിയെ പിരിച്ചുവിടുകയും ചെയ്തു. എന്നാൽ ടിബറ്റും ചൈനയും ഈ എഗ്രിമെന്റ് നോക്കിക്കണ്ടത് വേറെ വേറെ രീതിയിലായിരുന്നു. ടിബറ്റിന്റെ ഭാഗത്തു നിന്ന് നോക്കിയാൽ ചൈനീസ് ആധിപത്യം വരുന്നതോടുകൂടി ടിബറ്റിലെ ജനതയുടെ ജീവിതശൈലി മെച്ചപ്പെടും, ടിബറ്റ് ഇന്റർനാഷണൽ ലെവലിൽ അറിയപ്പെടും എന്നീ കാര്യങ്ങളായിരുന്നു. എന്നാൽ ചൈനയ്ക്ക് ഇത് അവരുടെ അതിർത്തി വികസിപ്പിക്കൽ മാത്രമായിരുന്നു. ദലൈലാമയ്ക്ക് വേണ്ടി ഈ അഗ്രിമെന്റ് ഒപ്പുവെച്ചത് അന്നത്തെ ടിബറ്റൻ പ്രധാനമന്ത്രിയും ദലൈലാമയുടെ ഉപദേഷ്ടാവും കൂടിയാണ്. ഈ അഗ്രിമെന്റിൽ ഒപ്പുവെക്കുമ്പോൾ അന്നത്തെ ദലൈലാമയ്ക്ക് 15 വയസ്സ് മാത്രമായിരുന്നു പ്രായം. 1951 ഈ അഗ്രിമെന്റ് ഒപ്പുവെച്ചതിന് ശേഷം ചൈനീസ് ഗവൺമെന്റ് ടിബറ്റിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. ഏതാനും വർഷങ്ങൾക്ക് ശേഷം ദലൈലാമ വളർന്നു വലുതായി. 1956 കൂടുതൽ ചുമതലകൾ ഏറ്റെടുത്തതിന് ശേഷമാണ് അന്നത്തെ ദലൈലാമ ഈ അഗ്രിമെന്റ് വളരെ വ്യക്തമായി വായിക്കുന്നതും ലൂപ്പ് ഹോൾസ് മനസ്സിലാക്കുന്നതും. ചൈനീസ് ഗവൺമെന്റും ആയി അദ്ദേഹം ഇതിനെപ്പറ്റി ചർച്ച നടത്തിയിരുന്നു. ഇരുഭാഗത്തിനും അവരുടെ ആശങ്കകളൊക്കെ പ്രകടിപ്പിക്കാൻ സാധിച്ചെങ്കിലും ഇരുവരും തമ്മിലുള്ള പ്രശ്നത്തിന് പരിഹാരം ഒന്നായില്ല. ഇതിനുശേഷമാണ് ടിബറ്റൻ ജനത ചൈനീസ് ഗവൺമെന്റിനെതിരെ നീങ്ങുന്നതും 1959 ദലൈലാമ ഇന്ത്യയിലേക്ക് വരുന്നത്. തിരിച്ച് 2024 വരുമ്പോഴും ടിബറ്റിൽ രാഷ്ട്രീയപരമായ അടിച്ചമർത്തലുകളും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനു മേലുള്ള നിയന്ത്രണവും എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയിൽ ടിബറ്റൻ ഗവൺമെന്റ് അഥവാ സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിലെ സ്കൂളുകളും മറ്റും നിർമ്മിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ബൈലാകുപ്പയിലുള്ളത്. സംസ്ഥാന സർക്കാർ പാട്ടത്തിനെടുത്ത ഭൂമിയിൽ ഒരു 38 സെറ്റിൽമെന്റുകൾ സ്ഥാപിച്ചു. ഏറ്റവും വലിയവ ലുങ്സങ് സാംഡുപ്ലിംഗ്, ഡിക്കി ലാർസോ എന്നിവയാണ്. ബൈലാകുപ്പയിലെ ടിബറ്റൻ ജനസംഖ്യ 70,000 ആണ്.
ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ബൈലക്കുപ്പയിലെ ടിബറ്റുകാർ ഇന്ത്യയുടെ താഴ്ന്ന ഉയരത്തിലും താഴ്ന്ന ഉയരോ